ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് തന്നെയാണ് നമ്മുടെ വൈഭവ് സൂര്യവംശി. അതറിയാമല്ലോ വൈഭവ് സൂര്യവംശിനെ കുറിച്ച്. വെറും 15-ാം വയസ്സിൽ ഇന്ത്യൻ ടീമിലേക്ക് പ്രവേശനം ചെയ്ത നമ്മുടെ ബീഹാറിൽ നിന്നുള്ളൊരു പുത്തൻ താരോദ്യം. അതായത് നമ്മുടെ നാട്ടിലേക്ക് 10ാം ക്ലാസ് പോലും പരീക്ഷ എഴുതാതെ നേരെ ഇന്ത്യൻ ടീമിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ വൈഭവ് സൂര്യവംശി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയെ വെസ്റ്റ് ശ്രീലങ്കയുടെ മത്സരമായിരുന്നു ഇന്ന്. അതിൽ നമ്മുടെ ഈ ശ്രീലങ്കയ്ക്ക് ആയിരുന്നു ബാറ്റിംഗ് കിട്ടിയത്. ശ്രീലങ്ക ബാറ്റിംഗ് കിട്ടി നേരെ നമ്മുടെ ഇന്ത്യനെ ബാറ്റിങ്ങിന് അയച്ചു. ഇന്ത്യനെ എളുപ്പത്തിൽ കീഴടക്കാമെന്ന് ചിന്താഗതിയില്ല പുള്ളിനെ വിട്ടു. പക്ഷേ അവിടെ സൂര്യവംശി എന്നുള്ള കാര്യം, നേരത്തെ സൂര്യവംശി ഇവർ തമ്മിലുള്ള മത്സരത്തിലുണ്ടായിരുന്നു. അതിൽ അധികം സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇവനെ കുറേ കളിയാക്കി, IPL ബോയ് എന്ന് പറഞ്ഞ് ഇവർ കളിയാക്കുകയും അപമാനിക്കുകയും തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവനെക്കുറിച്ച് പറഞ്ഞ് ഇവരെ ആകെ നാണം കെടുത്തി വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇവനെ കളിയാക്കി ഇവൻ കരഞ്ഞ് ഇവൻ സൂര്യവംശിയും ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ടായി. കളി സൂപ്പർ ഓവറിലേക്ക് പോയി. ഇന്ത്യ തോൽക്കുകയും ചെയ്തിരുന്നു നേരത്തെ പ്രീവിയസ് മാച്ച്. അപ്പോൾ അതിൻ്റെ സങ്കടം ഉണ്ട്. അതിൻ്റെ ഇവനെതിരെ ഫൈനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇവനെതിരെ സൂര്യവംശിനെ മാക്സിമം പ്രകോപിച്ച് ഒരു 15 വയസ്സുകാരനെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതിൻ്റെ അവൻ്റെ ഫീലിങ്സിനെ മാക്സിമം ഇവരെ യൂട്ടിലൈസ് ചെയ്താണ് ശ്രീലങ്ക നേരത്തെ പ്രീവിയസ് മാച്ചിൽ ഇവർ കളിച്ചത്. അതിൻ്റെയൊക്കെ പ്രതികാരം ഇവൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ നമുക്ക് കാണുമ്പോൾ പ്രതികാരം തന്നെയാണ്. കാരണം നമ്മൾ കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും അങ്ങനെ സച്ചിൻ്റെയും ഗാംഗുലി, സെഹ്വാഗ് അങ്ങനെ ഒരുപാട് പേർക്കിടെ ഈ പ്രതികാരം, അതായത് നമ്മളെ കളിയാക്കുകയും നമ്മളെ അപമാനിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ഉയർന്നു വരിക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ കാര്യം. അങ്ങനെ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് വൈഭവ് സൂര്യവംശി. ദിവസം തന്നെയായിരുന്നു. ഒന്നും പറയാനില്ല. അമ്മാതിരി ബാറ്റിംഗ്, എൻ്റെ പൊന്നളിയോ, അമ്മാതിരി ബാറ്റിംഗ്. വെറും 29 ബോളിൽ 94 റൺസാണ് അവനെ വൈഭവ് സൂര്യവംശി അടിച്ചു കൂട്ടിയത്. അതിൻ്റെ അകത്ത് 8 സിക്സും 10 ഫോറും, അതായത് ശരാശരി 324 പോയിൻറ്റ് സംതിങ് ആണ് അവൻ്റെ ബാറ്റിംഗ് ശരാശരി. 320. ഒരു സമയം ബാറ്റ് ചെയ്ത സമയത്ത് ഇന്ത്യയുടെ സ്കോർ, പ്രൊജക്ടർ സ്കോർ കാണിച്ച് 910 അതായത് 910. അതായത് ഒരു ടീമുകൾക്ക് ഇതുവരെ കാണിക്കാൻ പറ്റാത്തത്ര പ്രൊജക്ടർ സ്കോറാണ് അവനുള്ളപ്പോൾ ബാറ്റ് ചെയ്തപ്പോൾ അവൻ കാണിച്ചത്. നിർഭാഗ്യവശാൽ സെഞ്ചുറി നേടാൻ പറ്റിയില്ല. പക്ഷേ സെഞ്ചുറി നേടിയില്ലെങ്കിലും അതിനും മാത്രം അതിനൊക്കെ എത്രയോ വലുതാണ് അവൻ നേടിയിരിക്കുന്നത്. അവൻ ഇനിയും സമയമുണ്ട്. അവൻ ശ്രീലങ്കയ്ക്കെതിരെ അവൻ്റെ ചേട്ടന്മാർ കാണിച്ച പോലെ പ്രതികാരം മനോഭാവത്തോടു കൂടിയാണോ എന്ന് അറിയത്തില്ല. വളരെ 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 ഗംഭീരമായി അവനെ കളിയാക്കി IPL ബോയ് എന്ന് പറഞ്ഞ് കളിയാക്കി. നിങ്ങൾ തോറ്റു, നിങ്ങൾ ബാഗ് എടുത്ത് വീട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞ് കളിയാക്കി അവരുടെ അടുത്ത് തന്നെ വിജയിച്ച് കയറുക എന്നുള്ളത്, അതും അവരുടെ അടുത്ത് തന്നെ വിജയിച്ച് കയറാൻ പറ്റുക എന്നുള്ളത് വളരെയധികം ഒരു 15 വയസ്സുകാരനെ സംബന്ധിച്ച് വളരെയധികം ഇമോഷണൽ നിറഞ്ഞതും അവന് സാധിക്കുന്നതുമാണ്. അതായത് നമുക്ക് സാധിക്കുമെന്ന് അവന് തോന്നി. അവന് പ്രതികാരം അവൻ ചെയ്തിരുന്നു. എനിക്ക് വളരെ മനോഹരമായ ബാറ്റിംഗായിരുന്നു. തുടക്കം മുതൽ അവൻ്റെ ആക്രമണമായിരുന്നു. എൻ്റെ പൊന്നോ, എല്ലാവരെയും ബോളർമാരൊക്കെ ഓടി നടന്നാണ് അടി മേടിക്കേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അവൻ ഔട്ടായ ശേഷം ടീമിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വളരെ മോശം ബാറ്റിംഗാണ്. അതായത് 300 പോലും എത്തുമോ എന്നൊരു സംശയത്തിലേക്കൊക്കെ എത്തിയായിരുന്നു. കാരണം അമ്മാതിരി ബാറ്റിംഗ് ആയിരുന്നു, വളരെ മോശമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സൂര്യവംശി തുടക്കത്തിൽ ഇത്രയും നല്ല സ്കോർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സപ്പോർട്ട് ഈ പറയും പോലെ മറ്റുള്ള ഭാഗത്തും. കാരണം 20 ഓവറിൽ 200 റൺസാണ് കയറിയത്. അപ്പോൾ അത്രയും അടിച്ച് കയറിയിട്ട് പിന്നത്തെ ഇതിൽ ബാക്കിത്തെ 30 ഓവറിൽ നിന്ന് ആകെ 100 റൺസ് അല്ലെങ്കിൽ 150 റൺസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം വെച്ചാൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഇത്ര അടിച്ചു കൂട്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് അത് അടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നമ്മുടെ ടീമല്ലേ, ഒന്ന് മുകളിലുണ്ടെങ്കിൽ അടിയിൽ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് പോകും. എന്നാലും സൂര്യവംശിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഈ വീഡിയോ തന്നെ സൂര്യവംശിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വളരെ 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 അത്രയ്ക്ക് ഇഷ്ടമായി സൂര്യവംശി. ഇനിയും നിനക്ക് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. നിന്നെക്കുറിച്ച് ഇനിയും പുകഴ്ത്താൻ എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സൂര്യവംശി ഗുഡ് ലക്ക് മോനെ, ഗുഡ് ലക്ക്. അടിപൊളി 15 വയസ്സുകാരൻ ഇത്രയൊക്കെ നേടിയെങ്കിൽ ഇനിയും നേടട്ടെ. അവൻ പഠിപ്പം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. എനിക്ക് എൻ്റെ അറിവ് വെച്ച് എനിക്കറിയത്തില്ല, കറക്റ്റായിട്ട് ഓർമ്മയില്ല. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ എന്ന കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ ഫാദർ പറഞ്ഞു അവൻ കളിക്കാൻ പോട്ടെ എന്നാണ് പറഞ്ഞത്. നമ്മുടെ കുറഞ്ഞമാരൊന്നും അങ്ങനെ പറയില്ല, അത് വേറെ കാര്യം. എന്നാലും പഠിത്തം കഴിഞ്ഞിട്ട് PSC ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടീമുകളാണല്ലോ നമ്മുടെ നാട്ടിലുള്ളവർ. അപ്പോൾ അതൊക്കെ ഇവിടെ എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. PSC വർക്കുണ്ടോ, PSC ജോലി ഉണ്ടോ എന്ന് ചോദിക്കണവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അങ്ങനത്തെ കാരണവന്മാർ. നമ്മൾ അങ്ങനെയാണ് ജനിച്ചു വളർന്നതും. ഈ വേറെ ഒന്നുമില്ല. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് പുറമെ നമ്മുടെ ജീവിതത്തിൽ പല ഉയർച്ചയും നേടാൻ സാധിക്കും, പല വഴികളും ഉണ്ട് എന്ന് പറയുന്നത്. എന്നാലും വൈഭവ് സൂര്യവംശിനെ പോലെ അവനെ കിട്ടിയ അപ്പനും അമ്മയും ഭാഗ്യവാൻ തന്നെ. കാരണം വെച്ചാൽ അവൻ ഇത്രയും സപ്പോർട്ട് ചെയ്ത് അവൻ്റെ പഠിത്തത്തിലൊന്നും വിടാതെ അവൻ്റെ എന്താണോ അവന് ഇഷ്ടം, എന്താണോ അവൻ്റെ കരിയർ എന്നതിലേക്ക് അവനെ കൊണ്ടുപോയി നടത്തിയെങ്കിൽ വളരെ വളരെ സന്തോഷം. അവൻ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. ഇന്നത്തെ പ്രതികാരത്തിൻ്റെ കഥ ഇനിയും പറഞ്ഞാൽ തീരെല്ലാം
കളം നിറഞ്ഞാടി എന്ന് പറഞ്ഞാൽ പോലെ കളം നിറഞ്ഞാടി 10 4ഉം 8 6ഉം വെറും 11 ബോളിൽ നിന്നാണ് ഹാഫ് സെഞ്ചുറി എടുത്തത്. 11 ബോളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ 2 ഓവർ പോലും അവന് നേടി വരുന്നില്ല. അതാണ് അവൻ്റെ 50 റൺസ്. 2 ഓവർ പോലും നേടാതെ 50 റൺസ് എടുത്ത സൂര്യവംശി ശ്രീലങ്കേനെ അടപടലം ഓടിച്ചു. 910 റൺസ് എടുക്കും എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടും ഇത് പറയും പോലെ 400 പോലും എടുത്തിട്ടില്ല. ഞാനിപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൂര്യവംശിയുടെ കളി കഴിഞ്ഞിട്ട് പറയാമെന്ന് ഓർത്താണ്. പക്ഷേ സൂര്യവംശിനെ കുറിച്ച് ഒരാളെക്കുറിച്ച് ഇത്രയും നല്ലൊരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ ലേറ്റ് ആക്കരുത്. കാരണം അവൻ അങ്ങനെയാണ് സൂര്യവംശി. ഞങ്ങൾ സൂര്യവംശിനെ കുറിച്ച് മാത്രം പറഞ്ഞു വെച്ചത് കപ്പ് നേടുമോ ഇല്ലയോ അതൊന്നുമല്ല. സൂര്യവംശി വൈഫ് സൂര്യവംശി വളരെ ഇന്ത്യയുടെ പല ഫ്യൂച്ചർ താരമാണ്. ഓപ്പണിംഗ് സ്ലോട്ട് അവന് തന്നെ കൊടുക്കണം. അവൻ കളിച്ച് വളരട്ടെ. അവർ എത്രത്തോളം ഉയരാൻ സാധിക്കുന്നു എത്രത്തോളം ഉയരട്ടെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ കളി കാണുന്നവർക്കും ത്രില്ലിംഗ് ആണ്. നമ്മുടെ എന്താ പറയുക, ഈ അവനുള്ളത് കൊണ്ട് മാത്രമേ, ഞാൻ കേട്ടത് അങ്ങനെയാണ്, അവനുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സോണിയൊക്കെ ഇവൻ്റെ ഒരു കളി മുന്നത്തെ കളിയോ ഏതോ കളി സംരക്ഷണം തന്നെ ബ്രോഡ്കാസ്റ്റിന് എടുത്തതെന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത കളിയൊക്കെ വരെ ഇവനുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലാണ് എടുത്തതെന്ന് പറയുന്നത്. എന്തായാലും വൈഫ് ഓഫ് സൂര്യവംശിക്ക് 1000 ആശംസകൾ. ഇനിയും വലിയ കളികൾ ജയിച്ച് ഇന്ത്യൻ ടീമിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. അതോടുകൂടി ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ പേര് വാനോളം ഉയർത്തട്ടെ. 15-ാം വയസ്സിൽ നിനക്ക് ഇത്രയൊക്കെ സാധിച്ചെങ്കിൽ നിനക്ക് ഇനിയും സാധിക്കും. ഓക്കെ, അപ്പോൾ ഗുഡ് ലക്ക് സൂര്യവംശി, ഗുഡ് ലക്ക് ആൻഡ് ഓൾസോ ഗുഡ് ലക്ക് ടു ഇന്ത്യൻ ടീം. ബൈ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ. താങ്ക് യു.